വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും തന്നെ എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഓക്കെയാണ്. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്തായാലും കാണാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയറും കാണൊക്കെ എന്തായാലും ചെയ്താലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് കൊണ്ട് ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾക്കപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്നെന്തായാലും ഇൻഡിപെൻഡൻസ് ഡേയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും ഇൻഡിപെൻഡൻസ് ഡേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നെന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാർ വെച്ചിട്ടുള്ളൊരു ഫ്ലാഗ് ഉണ്ടാക്കിയാലാന്ന് എനിക്കൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്തായാലും ഉണ്ടാക്കിയാലാന്ന് എനിക്ക് നൈസായിട്ടൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലാന്നൊരു ചെറിയൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ എന്തായാലും എനിക്കെന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും നമുക്കെന്തായാലും ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ GTR കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ നിസാൻ GTR വെച്ചിട്ടാണ് ഞാൻ എന്തായാലും ഈ ഒരു ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഫ്ലാഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വലിയൊരു പ്ലെയിൻ ഏരിയയും കാര്യങ്ങളൊക്കെ വേണം. പ്ലെയിൻ ഏരിയ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും പോയി നോക്കാം. നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും വേണം, എന്നാലേ നമുക്കെന്തായാലും ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ എന്തായാലും ഫ്ലാഗും കാര്യങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലാഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ഫ്ലാഗിൻ്റെ ഏറ്റവും നടുക്കിലുള്ള ഒരു അശോക ചക്രവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അശോക ചക്രമാണ് നമുക്ക് ഫസ്റ്റ് ഏറ്റവും ആദ്യം ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അശോക ചക്രമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയായിട്ട് നമുക്ക് അശോക ചക്രത്തിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് എന്തായാലും തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു GTR ഞാനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. GTR വെച്ചിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കിയാൽ ഓക്കെ, നമുക്ക് ഈ GTRൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റി ബ്ലൂ ആക്കിയേക്കാം. ഓക്കെ, നമുക്കിനി ഇവിടെ ഒരു 5-6 GTR കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഒരു 5-6 GTR കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനെ സ്പോൺ ആക്കാം. ഓക്കെ, നമുക്കിവിടെ 5-6 സ്പോണാക്കി ഇങ്ങനെ ഇടാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും 5-6 ഇങ്ങനെ എന്തായാലും സ്പോണാക്കി എന്തായാലും ഇങ്ങനെ ഇടാം. ഓക്കെ, റൗണ്ട് പോലെ എന്തായാലും ആക്കി എടുക്കാനാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നൈസായിട്ട് 5-6 എന്തായാലും ഇങ്ങനെ റൗണ്ടിൽ എന്തായാലും ഇങ്ങനെ സ്പോൺ ചെയ്ത് എന്തായാലും എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അശോക ചക്രത്തിന് നടുക്കിലുള്ളതല്ല അതേപോലെയാണ്. ഓക്കെ, അധികമൊന്നും വേണ്ട. ഓക്കെ, ഇത്രയൊക്കെ മതി. ഓക്കെ, നമുക്കെന്തായാലും ഇനി എന്തായാലും ഈ ഒരു GTR ഓരോന്നായിട്ട് നമുക്ക് ആ നടുക്കി കിടക്കുന്ന ആ ഒരു GTRൻ്റെ നടുക്കിലായിട്ട് ഇങ്ങനെ കൊണ്ടെന്തായാലും പാർക്ക് ചെയ്ത് എന്തായാലും വയ്ക്കാം. ഓക്കെ, ഇതെല്ലാം ബ്ലൂ ആണ്. ഓക്കെ, അടിക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ നൈസായിട്ട് എന്തായാലും ഈ ഒരു GTR കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലോട്ടൊന്നും എന്തായാലും ഇങ്ങനെ ചേർത്ത് തന്നെ എന്തായാലും ഇടാം. ഓക്കെ, നമ്മളങ്ങനെ ആ ഒരു വണ്ടിയുടെ അടുത്ത് തന്നെ നമ്മളെന്തായാലും ചേർത്ത് എന്തായാലും കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ വണ്ടിക്ക് ചുറ്റിലും നമ്മളെന്തായാലും ഇടണം. ഓക്കെ, അതാണ്. ഓക്കെ, ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു GTRലും കാര്യങ്ങളൊക്കെ എന്തായാലും കയറാം. ഓക്കെ, ഞാൻ അങ്ങനെ ഈ ഒരു GTRലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു GTR ഇച്ചിരി ബാക്ക് എടുത്തിട്ട് ഞാൻ നേരെ മറ്റേ GTR ഇട്ടിരുന്ന പോലെ തന്നെ കണ്ടു ഇതിൻ്റെ അടുത്തുണ്ട് ചേർത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനിയും എന്തായാലും 2 GTR കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും മൊത്തത്തിൽ എന്തായാലും നമ്മുടെ അശോക ചക്രത്തിലെ കാര്യങ്ങളൊക്കെ എന്തായാലും കുറേ ഇതേപോലത്തെ ലൈന് പോലെ ഉണ്ട്. അത്രയൊന്നും കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തൊന്നും തന്നെയില്ല. നമുക്കെന്തായാലും ഒരു 4 എണ്ണമൊക്കെ വയ്ക്കാം. ഓക്കെ, മൊത്തം എല്ലാം കൂടെ എത്രയായിരുന്നാന്ന് ഓക്കെ ഞാൻ മറന്നുപോയി. മൊത്തം എല്ലാം കൂടെ ഇഷ്ടം പോലെ അതിലുള്ള ലൈൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ചക്രത്തിലുള്ള. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 8 എണ്ണം വേണമെങ്കിൽ വെച്ചുകൊടുക്കുക. ഓക്കെ, കുറച്ചുകൂടെ ഭംഗി വരട്ടാൻ വേണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ മാറ്റി കൊടുക്കണം. നമുക്ക് നീലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അശോക ചക്രം നീലയാണല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അശോക ചക്രമാണ് ഞാൻ ഉണ്ടാക്കണം. ഓക്കെ, GTR വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കിൽ ഇങ്ങനെ നമുക്ക് എന്തായാലും വെച്ചെന്തായാലും
അപ്പോൾ അതിനു മുമ്പായിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ കളർ എന്തായാലും ഒന്ന് ചെയ്ത് തീർക്കട്ട്. അല്ലെങ്കിൽ ഇനി നമുക്ക് വണ്ടി വെക്കണ സമയത്ത് ഗ്യാപ്പ് കിട്ടിയില്ല ഇങ്ങനെ, അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും കളർ അങ്ങ് മാറ്റി കൊടുക്കാം. എല്ലാം അങ്ങ് നൈസായിട്ട് അങ്ങ് ബ്ലൂ അടിക്കാം. ഓക്കെ ഓക്കെ അപ്പം ഞാൻ എന്തായാലും നൈസായിട്ട് എന്നാലും എല്ലാ വണ്ടിയിലും ഇവിടെ ഇപ്പോൾ ബ്ലൂ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് തിരിച്ച് സ്പോൺ ചെയ്യാം. ഓക്കെ ഇങ്ങനെ സ്പോൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ വരത്തുള്ളൂ. നമുക്ക് ഇങ്ങനെയാണ് വേണ്ടതൊക്കെ. നമുക്ക് ഇങ്ങനെ സ്പോൺ ആക്കാം. ഓക്കെ നമുക്കത് കയറ്റിയിടാം കുറച്ചുകൂടെ. ഓക്കെ അശോക ചക്രമാണ് ഉണ്ടാക്കണം. ഓക്കെ ഇപ്പോഴൊക്കെ അപ്പം ഞാൻ അങ്ങനെ ഇതും കൂടെ എന്തായാലും ഇങ്ങനെ എന്തായാലും ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ആ നടുക്കിലുള്ള വണ്ടിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചതുപോലെയാണ് കാണുമ്പോൾ ഫീൽ ചെയ്യണം. ഓക്കെ ഓക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് ഇപ്പം തന്നെ അങ്ങ് കളർ അടിക്കാം. ഓക്കെ നമുക്ക് എന്തായാലും ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ അപ്പം ഞാൻ ഈ ഒരു അശോക ചക്രം എന്തായാലും ഒന്ന് എന്തായാലും സെറ്റാക്കിയിട്ട് എന്തായാലും ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും വരാം. ഓക്കെ ഓക്കെ ഗൈസ് അങ്ങനെ ഫൈനലി ഗൈസ് ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ ഏതാണ് ഫ്ലാഗിലും കാര്യങ്ങളൊക്കെ വെക്കേണ്ട അശോക ചക്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തായാലും ഉണ്ടാക്കി. അശോക ചക്രം ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ നിസാൻ GTR വെച്ചിട്ടാണ്. മൊത്തം എല്ലാം കൂടി 24 ലൈൻസ് ഉണ്ട് അതിൽ. പക്ഷേ നമുക്കിതിലിപ്പോൾ വെറും എത്ര 8 കൊടുക്കാൻ പറ്റുള്ളൂ. 1 2 3 4 5 6 7 8. ഓക്കെ 8 നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ട് എന്തായാലും ഉള്ളൂ. ഓക്കെ ഇത് എത്രയേ കയറത്തുള്ളൂ. ഓക്കെ വലുതായിട്ട് ഉണ്ടാക്കി നമുക്ക് 24 കൊടുക്കാം. പക്ഷേ അത് ചിരിപ്പണിയാണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ട് നിറച്ച് വണ്ടികൾ ഇങ്ങനെ സ്പോണാക്കിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു ലൈൻ എന്നേ അങ്ങ് തുടങ്ങാം. ഓക്കെ ഇച്ചിരി പാടാണ്. ഓക്കെ ഒരു വണ്ടി ഞാൻ സ്പോണാക്കി നമുക്കിങ്ങനെ ആ ഒരു വൈറ്റ് കളറുള്ള ആ ഒരു സംഭവമില്ലേ, അതാണ്. ഓക്കെ നമുക്കിവിടെ നമ്മൾ സ്പോണാക്കിക്കൊണ്ടേ അങ്ങ് പോവാം. ഓക്കെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്നോ അതൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കി വെക്കണം. അത്യാവശ്യം വലുതായിട്ടങ്ങ് വലിച്ച് നീട്ടണ്ട. ഓക്കെ ഒരു മീഡിയം സൈസ് മതി. ഓക്കെ ഓക്കെ നമുക്ക് ഗ്യാപ്പ് ഇടണം. ചില കളർ മാറ്റാനുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ. ഓക്കെ ഇതൊക്കെ നമുക്ക് വൈറ്റ് അടിക്കാനുള്ളതാണ്. ഓക്കെ നമ്മുടെ ആ ഒരു ഫ്ലാഗിൻ്റെ നടുക്കിലുള്ളൊരു വൈറ്റ് പോർഷൻ അല്ലേ, നമ്മുടെ ഒരു ഏതാണ് ഓറഞ്ചിൻ്റെയും പിന്നെ ആ ഒരു ഗ്രീനിൻ്റെ ഇടയിലുള്ളൊരു വൈറ്റ് ഏരിയ ഇല്ല, അതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണത്. ഓക്കെ നമുക്കപ്പോൾ നൈസായിട്ട് എന്തായാലും ചെയ്യാം. ഇതിൻ്റെ കളർ മാറ്റി അങ്ങ് വൈറ്റ് ആക്കണം. ഓക്കെ നമുക്ക് എന്തായാലും ഇത്രയും മതിയെന്ന് തോന്നല്ലേ ഒരു സൈഡിൽ. ഒരെണ്ണം കൂടെ വെച്ചെടുക്കാം. ഓക്കെ ഓക്കെ ഒരു സൈഡ് ഇത്രയും മതി. ഓക്കെ ഇനി നമുക്ക് ഒരു ലെയറും കൂടെ വേണ്ടി വരും. ഓക്കെ കണ്ടിട്ട് ഇനി തോന്നുന്നത് 2 ലെയറും കൂടെ വേണ്ടി വരും. ഓക്കെ നമുക്ക് അടുത്ത ലെയർ കാര്യങ്ങളൊക്കെ വയ്ക്കാം. കംപ്ലീറ്റ് GTR വെച്ചാൽ നമ്മൾ ഫ്ലാഗ് ഉണ്ടാക്കണം. ഓക്കെ 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 നമ്മളങ്ങനെ അടുത്ത ലെയർ വെച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലും കൊടുക്കണം. ഓക്കെ 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 നമ്മളങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. എന്നിട്ട് നമുക്കിത് ഫുള്ള് വൈറ്റ് കളറാക്കണം. ഓക്കെ 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 നമ്മളങ്ങനെ അതും കൂടെ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ അവസാനത്തെ കളയാം. ഓക്കെ ഇതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. ഓക്കെ അവസാനത്തെ വേണ്ട. ഓക്കെ നമുക്കിതങ്ങ് എടുത്ത് നേരെ അങ്ങ് ഫ്രണ്ടിൽ കൊണ്ടങ്ങ് ഇടാം. ഓക്കെ ഒരു ലെയറും കൂടെ വേണ്ടി വരും, എന്നാലേ നേരെ ഫ്ലാഗ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ നമുക്കപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ വണ്ടി എടുത്ത് എന്നാലും ഇവിടെ കൊണ്ടിടാം. ഓക്കെ അപ്പം ഞാൻ ഈ നടുക്കിലത്തെ ലെയറല്ലേ, ഈ ഒരു വെള്ളയായിട്ടുള്ള നടുക്കിലത്തെ ലെയർ, അത് ഞാൻ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു GTR വെച്ചിട്ട് എന്തായാലും ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും ഫുള്ളായിട്ട് നടുക്കിലത്തെ ലെയർ എന്തായാലും എന്തായാലും ഉണ്ടാക്കിയിട്ട് എന്തായാലും ഞാൻ എന്തായാലും വരാം. ഓക്കെ ഓക്കെ അങ്ങനെ ഫൈനലി ഇവിടെ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും ഈ ഒരു സൈഡ് എന്തായാലും ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. അതെല്ലാം ആ ഒരു സൈഡ് നമ്മളെന്തായാലും ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ കളറൊക്കെ അടിച്ച് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഫ്ലാഗിൻ്റെ നടുക്കിലുള്ള വൈറ്റ് ഏരിയ നമ്മളെന്തായാലും സെറ്റ് ചെയ്ത്. അതായത് ഇത് നമ്മുടെ അശോക ചക്രവും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മറ്റേ ഫ്ലാഗിലുള്ള ഓറഞ്ച് പോർഷൻ നമുക്ക് എന്തായാലും സെറ്റാക്കാനായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണല്ല. ഓക്കെ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ GTRൻ്റെ കോഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്.
എന്നിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഇവിടെ നേരെ അങ്ങ് പോകെ. ഇപ്രാവശ്യം ഇവിടെ നിന്നപ്പോൾ വണ്ടി തിരിഞ്ഞു പോയി, അത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് അങ്ങ് അടിച്ചടിച്ച് അങ്ങ് പോയാൽ മതി. ഓക്കെ, വേറൊന്നും നോക്കണ്ട. ഓക്കെ ഓക്കെ, വലിയൊരു ഫ്ലാഗാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അയ്യോ ഇത് സ്പോണാക്കിയത് ഇച്ചിരി അലമ്പായി പോയി. വണ്ടി അതിൻ്റെ വണ്ടക്കായി പോയി. നല്ല കാര്യം. അയ്യോ വരൂലേ? ഈ തോന്നുന്നു അതെടുത്താലേ വരുള്ളൂ എന്നാണ്. അത് ചെറിയ വൃത്തികേടാണ്. നമുക്കിതിലോട്ട് കയറാം. ഇതിൻ്റെ ഡോറ് തുറക്കണം അപ്പുറത്തെ സൈഡിൽ നിന്ന്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു മിക്കവാറും ഫ്രണ്ട് എടുത്താലേ. ഓക്കെ, ഫ്രണ്ട് എടുത്തിട്ടുണ്ട് ഇച്ചിരി. ഓക്കെ, അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെയാണ്. ഓക്കെ, അങ്ങനെ അതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു സൈഡും കൂടെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഇങ്ങനെ ഇതാക്കി. ഓക്കെ, ഇതിൻ്റെ കളറൊക്കെ മാറ്റേണ്ട ആവശ്യമൊന്നും തന്നെ എന്തായാലും ഇല്ല. വെച്ചാൽ ഇതിൻ്റെ മണ്ടയ്ക്ക് കളറൊക്കെ ഓറഞ്ചാണ്. ഓക്കെ, അയ്യോ സോറി, അയ്യോ നമ്മളറിയാതെ ഇതിനെ വിളിച്ചടേ. അയ്യോ ഫോണിൽ ഇൻഫിഡൽത്ത് ഹെൽത്ത് അടി, അല്ലെങ്കിൽ ആ സാധനം നമ്മളെ കൊന്നുകളെ. അങ്ങ് പോയിട്ടുണ്ട്. ഇൻഫിഡൽത്ത് ഹെൽത്ത് ആക്ടിവേറ്റ് ആക്കിയില്ലെങ്കിൽ ആ സാധനം നമ്മളെ കൊന്നുകളെ. അങ്ങനെയൊക്കെ ഉണ്ട്. അറിയാതെ ഞാൻ 3 അടിച്ച് അതിനെ സ്പോണാക്കി, അതിനെ കൊന്നുകളായിട്ട്. ഓ ഭാഗ്യം ചത്തത്. അതിനങ്ങ് പറത്തി വിടാം. ഓക്കെ, ബൈ ബൈ, സി യു. ഓക്കെ, കറക്റ്റായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതങ്ങ് തെറിച്ച് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ സെറ്റ്. ഓ ഭാഗ്യം, ഞാൻ വിചാരിച്ച എല്ലാത്തിനെ ചവിട്ടി പൊട്ടിക്കുന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല, ഭാഗ്യം. ഓക്കെ, നമുക്കപ്പോൾ ഇതിനെ നോക്കാം. അയ്യോ ഇത് തെറിച്ചങ്ങൊക്കെ പോയി. നല്ല കാര്യം. പക്ഷെ ഇത് ഇച്ചിരി പാടാണ് ഈ ഫ്ലാഗ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഭയങ്കര ടഫാണ്. ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നണം. നമുക്ക് നോക്കാം. ഫ്ലാഗ് ഉണ്ടാക്കണ ചടങ്ങ് ഇച്ചിരി പാടാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഗൈസൊക്കെ. പക്ഷേ ഭയങ്കര ലാഗും അടിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും ഉണ്ടാക്കാം. ഓക്കെ, നമുക്കപ്പോൾ നൈസായിട്ട് എന്തായാലും ഈ ഒരു വണ്ടി ബാക്കോട്ട് എടുക്കുക. ഇതെന്താണ് എനിക്ക് അറിഞ്ഞൂടാ. ഈ വണ്ടി ഇച്ചിരി ഇട്ടിരിക്കണമെന്ന് ശരിയല്ലെന്നുള്ളൂ. ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ ഈ ഓറഞ്ച് ഏരിയ അല്പം അലമ്പായിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നേരെ വണ്ടികൾ സ്പോണാക്കാൻ പറ്റുന്നില്ല. പോണത് പോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫോൺ എടുക്കാം. ഇതെന്താണ് ഭയങ്കര ലാഗ് അടിക്കണം. ഈ ലാഗ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വരണമായിരുന്നു. പക്ഷേ ലാഗ് അടിക്കുന്നതുകൊണ്ട് എനിക്ക് നേരെ ചെയ്യാൻ പറ്റണില്ല. ഓക്കെ, ലാഗ് പോയിട്ടുണ്ട് ഇച്ചിരി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ സ്പോണാക്കി അങ്ങ് പോയാൽ മതി. ഓക്കെ, ഭയങ്കര പാടാണ്, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. ഭയങ്കര ടഫാണ് അത് ഉണ്ടാക്കാനായിട്ടൊക്കെ. ഇന്ന് 2 വീഡിയോ ഉണ്ടാവും. ഓക്കെ, ഒരു വീഡിയോ കൂടെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ഞാനൊക്കെ സ്പോണാക്കാം. ഓക്കെ, ഇത് ഇതിൻ്റെ മണ്ടക്കിടെ കയറിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫുള്ളായിട്ട് എന്തായാലും ബിൽഡ് ചെയ്തിട്ട് എന്തായാലും വരാം. ഈ ഒരു ഫ്ലാഗിൻ്റെ ഈ ഒരു ഓറഞ്ച് സംഭവം കൂടെ ഒന്ന് ഫുള്ളായിട്ട് എന്തായാലും സെറ്റാക്കിയിട്ട് എന്തായാലും വരാം ഞാൻ. ഓക്കെ, പെട്ടെന്ന് തന്നെ എന്തായാലും വരാം. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് ഫൈനലി എന്തായാലും ഗൈസ് നമ്മളെന്തായാലും അടുത്ത ലെയറും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും സെറ്റാക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഈ ലെയർ പിന്നെ ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ചെറുതാക്കിയെന്ന് വെച്ചാൽ നടുക്കിലത്തെ മാത്രം ഞാൻ അങ്ങനെ വലുതാക്കി വെച്ചാണ്. എന്നിട്ട് ഈ ഒരു ഏറ്റവും അറ്റത്തെ ഈ ഒരു സാധനം ഞാൻ ഇങ്ങനെ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ സാധനം ചെയ്തപ്പോഴെന്തായാലും ലെവലില്ലാതെയാണ് വണ്ടികൾ ഓരോന്നായിട്ട് സ്പോണായത്. ഓക്കെ, അത് ഇച്ചിരി പാടായിരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, സാരമല്ല. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ലെയറിന് സെറ്റാക്കാം. അടുത്ത ഗ്രീൻ ലെയർ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പച്ച കളറിലുള്ള ആ ലെയറാണ് ഏറ്റവും അവസാനത്തത്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഗ് കാർ സംഭവം സെറ്റാണ് ഗൈസ്. ഓക്കെ, വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട, വേറൊരു ആവശ്യമില്ല. ഇപ്പോൾ തന്നെ സംഭവം അങ്ങ് സെറ്റാവുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ നൈസായിട്ട് ഓരോന്ന് വരുന്നതായിട്ട്
സ്പൂണാക്കാം. നമുക്കിതൊന്ന് കറക്റ്റായിട്ട് നേരെ എന്തായാലും ഇടാം. ഓക്കെ, ആ ഓറഞ്ച് കളറുള്ള ലെയർ ഇച്ചിരി അലിമ്പായിട്ടിടന്തോണ്. അത് കുഴപ്പമില്ല. ഓക്കെ, സാരമല്ല. ഓക്കെ, ഫ്ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ എന്തായാലും വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും സ്പോണാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെയറും കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ഫുള്ളായിട്ട് പച്ചയാണ്. ഓക്കെ, പച്ച ലെയറും കാര്യങ്ങളൊക്കെയാണ്. അധികം വെള്ള വണ്ടികളിട്ടിരിക്കണ അതിൻ്റെ അടുത്തോട്ട് ചേർക്കണ്ട. അങ്ങനെ ചേർക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവണം. ഓക്കെ, അധികം അങ്ങോട്ട് ചേർക്കണ്ട. ഓക്കെ, നമുക്കപ്പോൾ നൈസായിട്ട് ഇത് ഫുള്ളായിട്ട് എല്ലാ പണിയും തീർത്തിട്ട് നമുക്കിതിൻ്റെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ ലുക്ക് ഫുള്ളായിട്ട് ഒന്ന് നോക്കണം. ഓക്കെ, ഇന്ന് 2 വീഡിയോ ഉണ്ടാവുന്നതാണ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലോക്കി ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുന്നതാണ്. സത്യത്തിൽ ഇന്ന് 3 വീഡിയോ വരേണ്ടതാണ്. വെച്ചാൽ നമ്മുടെ ബസ് സിമുലേറ്ററിൽ നമ്മൾ ഒരു കിടുക്കാച്ച് സംഭവം ചെയ്യുന്നുണ്ട്. സർപ്രൈസാണ് ഗൈസ്. ഓക്കെ, ബസ് സിമുലേറ്ററിൽ ഒരു അടിപൊളി ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബസ് സിമുലേറ്ററിലും ഒരു അടിപൊളി കിടുക്കാച്ച സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാനായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഇടാം. ഓക്കെ, അങ്ങനെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അയ്യോ, ഇത് ഇച്ചിരി വണ്ടി ഇട്ട് വന്നപ്പോൾ ഇച്ചിരി നീങ്ങിപ്പോയെന്നൊരു ഡൗട്ട്. പക്ഷേ നീങ്ങിപ്പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയിട്ടാൽ മതിയല്ലോ, സാരമില്ല. ഓക്കെ, നമുക്ക് ഫ്രണ്ടിലോട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ നീക്കിയിടാം. ഓക്കെ, അപ്പം ഇത് പച്ച ലെയറാണ്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഗ് ഫുള്ളായിട്ട് 100% ഓക്കെയാണ്. ഓക്കെ, നമ്മളതല്ലാതെ തന്നെ നാളെ എന്തായാലും ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, ഇന്ന് നമുക്ക് എല്ലാ വീഡിയോയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനും പാടാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബസ് സിമുലേറ്ററിൻ്റെ ഒരു വീഡിയോകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അനുബന്ധിച്ച്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഞാൻ എന്തായാലും നാളെ എന്തായാലും ഇടാം. ഓക്കെ, ഞാൻ ഇന്ന് എന്തായാലും എടുത്ത് വെച്ചിരിക്കുക, എന്നിട്ട് അത് നാളെ എന്തായാലും ഇടുന്നതാണ്. ഓക്കെ, ഇന്ന് അതല്ലാതെ ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. അതെന്തായാലും ഉറപ്പായിട്ട് ഇന്ന് തന്നെ എന്തായാലും പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ലോക്കി ക്രാഫ്റ്റിനാണ്. ഓക്കെ, നമുക്ക് ലോക്കി ക്രാഫ്റ്റിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഒരു പച്ച ലെയറും കൂടെ ഒന്ന് സെറ്റാക്കണം. ഓക്കെ, അപ്പം ഞാൻ ഒരു പച്ച ലെയറും കാര്യങ്ങളൊക്കെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഒന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് ഞാൻ എന്തായാലും വരാം. പച്ച ഈ ഒരു ലെയറും കൂടെ എന്തായാലും സെറ്റാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു ഔട്ടർ ലുക്ക്, നമ്മുടെ ജനഗണമന പാട്ടൊക്കെ ഇട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു വേറെ ലെവലായിട്ടുള്ളൊരു ഔട്ടർ ലുക്കാണ് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ എന്തായാലും പോകണം. കേൾക്കാം, അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ മറ്റേ ഡ്രോണിൻ്റെ ഒരു മോഡുണ്ടല്ലോ നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ കണക്കൊന്നൊരു ഡ്രോണിൻ്റെ ഒരു മോഡുണ്ടല്ലോ നമ്മുടെ ഗെയിമിൽ വന്ന ആ ഒരു മോഡിട്ട് നോക്കിയാൽ അപ്പം വലിയ കുഴപ്പമില്ല. എന്നാലും അത്രയ്ക്ക് വലിയ ലുക്കൊന്നും തന്നെ ഇല്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി എന്തായാലും ബിൽഡ് ചെയ്തിട്ട് എന്തായാലും കാണാം. ഓക്കെ, जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് ഫൈനലി എന്തായാലും ഗൈസ് നമ്മളുടെ ഫ്ലാഗിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ നല്ല ഇരിപ്പുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട് ഫ്ലാഗ്. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ജനഗണമന പാട്ടൊക്കെ ഇട്ടൊരാൾ. ഓക്കെ, അപ്പോൾ വേറെ ലെവലായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ. വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ഒന്നല്ലാതെ കാണിച്ചു തരാം. അപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോലത്തെ സംഭവം ഓണാക്കണമെങ്കിൽ നിങ്ങളെന്തായാലും ഡി ഓൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഡി ഓൺ എന്ന് ഉദ്ദേശിച്ചാൽ ഡ്രോൺ ഓൺ എന്നാണ്. ഓക്കെ, ഡി ഓൺ എന്ന് അടിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ സത്യത്തിൽ ഒരു ഡ്രോൺ പോലെ
ആവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനത്തെ ഷോർട്ട് വീഡിയോസൊക്കെ അല്ലാത്ത ബാക്കി സംഭവങ്ങളൊക്കെ എടുക്കണമൊക്കെ. നമ്മുടെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഓക്കെ, അവിടെ ആ ഓറഞ്ചിൻ്റെ അവിടെ വന്ന വണ്ടികൾ തമ്മിലൊന്ന് ഇങ്ങനെ തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. പിന്നെ 2-3 വണ്ടികൾ ഓരോന്നിൻ്റെ മണ്ടയ്ക്കൂടെ ഇങ്ങനെ കയറി, ബാക്കിയെല്ലാം ഓക്കെയാണ്. അത്യാവശ്യം നല്ല രസവും കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഉണ്ട് കാണാനായിട്ടൊക്കെ. എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. നല്ല രസവും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ടൊക്കെ. ആ ഒരു വണ്ടികളുടെയൊക്കെ ഇതൊക്കെ പൊളിയായിട്ട് തന്നെ എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഇവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നത്. ഞാൻ കുറച്ചായിട്ട് എന്തായാലും പിന്നെ എന്തായാലും രണ്ടാമത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടുന്ന വീഡിയോ ഇട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.